ശങ്കറിൻ്റെ രാംചരൺ അഭിനയിക്കുന്ന ഗെയിം ചേഞ്ചർ എന്ന മൂവിനേക്കാളും കൂടുതൽ പ്രേക്ഷകർ 2025 കാത്തിരുന്ന പടം. പിന്നെ അഖിൽ പോൾ അനസ് ഖാൻ കൂട്ടുകെട്ടിൽ ഫോറൻസിക്കിന് ശേഷം അടുത്ത വരുന്ന വേറൊരു സസ്പെൻസ് ത്രില്ലർ. പിന്നെ തൃഷ മലയാളത്തിൽ രണ്ടാമതായിട്ട് അഭിനയിക്കുന്ന പടം. സെൻസർ ബോർഡിലെ ആൾക്കാർ ബഹുമാനം തോന്നിയിട്ട് എണിച്ചു എന്ന പടം ഏതാണ്ട് ഏറെക്കുറെ. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളാണ് നമുക്ക് ഈ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞ പടത്തിന് ഇത്രയേറെ ഹൈപ്പോടുകൂടി പ്രേക്ഷകർ കാത്തിരുന്ന കാരണങ്ങൾ. സോ വെൽക്കം ടു ഐഡൻറ്റിറ്റി റിവ്യൂ, എ ഡയറക്ടേഴ്സ് റിവ്യൂ. അപ്പോൾ തുടക്കത്തിലേ പറയാലോ, ഇതിന് ഒരു മിക്സഡ് റെസ്പോൺസാണ് ഈ മൂവിക്ക് എല്ലാവരും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാളം ഇൻഡസ്ട്രി എന്തുകൊണ്ട് ഇത്ര മെച്ചപ്പെട്ടതാകുന്നു എന്ന് ചോദിച്ചാൽ ഒരൊറ്റ കാരണമുള്ളൂ, അത് പ്രേക്ഷകരാണ്. അവർക്ക് പുതിയത് കിട്ടാനും അതേപോലെ തന്നെ ഏറ്റവും മികച്ചത് കിട്ടാനുമുള്ള ഒരു ദാഹം എപ്പോഴും മലയാളി ഓഡിയൻസിനുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും നല്ല മൂവികൾ കിട്ടുന്നത് നമുക്ക്. അപ്പോൾ ഇത്തരത്തിലുള്ള അറ്റംപ്റ്റുകൾ നടക്കുമ്പോൾ ഇപ്പോഴും മാസ് മസാലയ്ക്ക് അടിമകളായിട്ടുള്ള പ്രേക്ഷകർ കുറേ പേരുണ്ട്. അവരാണ് ഇത് വന്നിട്ട് ഇതിൻ്റെ അകത്ത് ഇടയ്ക്ക് ചിലപ്പോൾ കുന്നായ്മയൊക്കെ പറയും. അത് വളരെ സ്വാഭാവികമാണ്. ഇതിൻ്റെ തമ്പനയിൽ ഞാൻ ഡയറക്ടറിൻ്റെ ഫോട്ടോയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കാരണം ഒരു പടം ഡയറക്ടറിൻ്റെ പേരിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് ഞാൻ ഒരു ഡയറക്ടർ ആവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ റൈറ്റിംഗ് ആണ്. ഇങ്ങനെ എഴുതണമെങ്കിൽ ഒരുപാട് റിസർച്ച് ചെയ്യണം, ഡീപ്പ് നോളജ് വേണം. എങ്ങോട്ടാണ് ഇത് കൊണ്ടുപോകണത്, എൻ്റെ പൊന്നു ഇത് എങ്ങോട്ടാണ് പോണത് എന്നുള്ളൊരു സാധനം നമ്മുടെ ഉള്ളിൽ വരണമെന്നുണ്ടെങ്കിൽ അത്രയും നന്നായിട്ട് ഇത് റൈറ്റ് ചെയ്യണം. ഒരു അന്താളിപ്പ് അതെന്തായാലും ഇതിൻ്റെ അകത്ത് വരും. 4 അതിൽ കൂടുതലോ കഥകൾ ഒരേ സമയം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കോംപ്ലക്സ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ആണിത്. ഒരു ഒളിക്യാമറ കേസിൽ തുടങ്ങി തമിഴ്നാട്ടിൽ നടക്കുന്ന കൊലപാതകം, ബാംഗ്ലൂരിൽ വരുന്ന തൃഷ, കൊച്ചിയിലുള്ള ടൊവിനോ, ഇത് 3 പേരും തമ്മിൽ എങ്ങനെ ലിങ്ക് ചെയ്ത് ഈ കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതിൻ്റെ അത് എഴുതിയേക്കുന്നത് ഒരു കല തന്നെയാണ്. ഒരു സസ്പെൻസ് പടം. അഖിൽ പോളും അതേപോലെ തന്നെ അനസ് ഖാനും അവർ സംവിധാനം ചെയ്തേക്കുന്നവർ തന്നെയാണ് ഇത് റൈറ്റ് ചെയ്തേക്കുന്നത്. ഒരു സസ്പെൻസ് പടം എങ്ങനെ ആയിരിക്കണം എന്നുള്ളൊരു സാധനം വേണമെന്നുണ്ടെങ്കിൽ അടുത്തത് എന്ത് വരും, അടുത്തത് എന്ത് സംഭവിക്കും എന്ന് നമ്മളിങ്ങനെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കണം. ആ സാധനം സീറ്റ് ത്രില്ലർ അത് ഇതിൻ്റെ അകത്ത് നല്ല രീതിയിലുണ്ട്. ഒപ്പം ക്യാമറ കട്ടുകൾ, അതേപോലെ തന്നെ സ്മോളായിട്ടുള്ള ഡീറ്റെയിലിങ്ങുകൾ, ടെക്നിക്കൽ സംഭവങ്ങൾ, പ്രൊക്കോപഗ്നേഷ്യ, പിന്നെ അതുപോലെ തന്നെ വിറ്റ്നസ് പ്രൊട്ടക്റ്റിംഗ് പ്രോഗ്രാം, പിന്നെ അതേപോലെ തന്നെ ഒബ്സ്ട്രക്ഷൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അങ്ങനെയുള്ള കുറേ ടെക്നിക്കൽ ടേംസ് ഇതിൻ്റെ അകത്തുണ്ട്. ഞാൻ പറഞ്ഞ ആദ്യം പ്രൊക്കോപഗ്നേഷ്യ, അതേപോലെ തന്നെ വിറ്റ്നസ് പ്രൊട്ടക്റ്റിംഗ് പ്രോഗ്രാം, അതാണ് സംഭവം ഇതിൻ്റെ ഹൈലൈറ്റ്. മലയാള പടത്തിൽ ഇന്ന് വരെ ആരും ടച്ച് ചെയ്യാത്ത ഒരു സാധനമാണ്. കിഷ്കിന്ധാകാന്ഡത്തിൽ എങ്ങനെയാണ് മറവി എന്ന് പറഞ്ഞൊരു സാധനം സ്ക്രിപ്റ്റിലേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അതിൻ്റെ അകത്ത് ഒരു ആ പടത്തിൻ്റെ ഹൈലൈറ്റ് തന്നെയാണ്. അതേപോലെ തന്നെയാണ് ഈ പ്രൊക്കോപഗ്നേഷ്യ, അതായത് മുഖം മറന്നു പോകാനുള്ള ഒരു രോഗമാണ് ഈ സാധനം. അതിനെ എങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് പ്ലേസ് ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് തന്നെ. ഈ മൂവിയിൽ അത് മനോഹരമായിട്ട് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കിഷ്കിന്ധാകാന്ഡത്തെ പോലെ ഇതും ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന ഒരു സിനിമയായിട്ട് തന്നെ മാറുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മുഖം മറന്നു പോകുമെന്ന് പറഞ്ഞ പരിപാടി. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രേക്ഷകരെ ഫേക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു ഉപാധിയാണത്. അതായത് ഈ ആളാണോ അയാളാണോ ഈ ആൾ എന്നുള്ള രീതിയിൽ പ്രേക്ഷകരെ കറക്റ്റായിട്ട് ഫേക്ക് ചെയ്യുന്ന ഒരു മെൻ്റൽ സൈക്കോളജിക്കൽ ത്രില്ലർ, അങ്ങനെ ഒരു വശം കൂടി ഈ പടത്തിനുണ്ട്. ഇൻ്റർവൽ ട്വിസ്റ്റ് അടിപൊളിയാണ്. പ്രത്യേകം ശ്രദ്ധിച്ച കാര്യം, ബാക്ക്ഗ്രൗണ്ടിലുള്ള ഓരോ ആക്ടേഴ്സിന് ഇപ്പോൾ ഒരുപാട് ക്രൗഡ് സീൻ നടക്കുന്ന സംഭവങ്ങൾ കണ്ട്, ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഓരോ ആക്ടേഴ്സിനെ പോലും വെറുതെ നിർത്താതെ ഡ്രൈ ആവാതെ അത് നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ട്. അതൊരു ഡയറക്ടറിൻ്റെ ഒരു പ്രത്യേക കഴിവാണ്. അതേപോലെ തന്നെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് റോയി, പിന്നെ അതേപോലെ തന്നെ രാജു എന്നിവരാണ്. റോയി കോൺഫിഡൻറ്റ് ഗ്രൂപ്പ്. ചില ഷോട്ട്സൊക്കെ ഈ പറഞ്ഞ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിൻ്റെ പരസ്യം മാതിരി ചെറിയ ഫീലിംഗ് ഒക്കെ ഉണ്ട്. സ്വാഭാവികം, പ്രൊഡ്യൂസർക്ക് അവരുടേതായ താല്പര്യങ്ങൾ ഉണ്ടാവുമല്ലോ. തൃഷ അവതരിപ്പിക്കുന്ന ജേർണലിസ്റ്റ്, ഒരു മീഡിയ ജേർണലിസ്റ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ്. അതുപോലെ ഷമ്മി തിലകൻ ഒരു ഡോക്ടറിനെയാണ് അവതരിപ്പിക്കുന്നത്. അജു വർഗീസ് പോലീസ് ഓഫീസറിനെയാണ് അവതരിപ്പിക്കുന്നത്. പിന്നെ വിനയ് റായ് ഡോക്ടർ, അതുപോലെയുള്ള പടത്തിലേക്ക് വില്ലനാണ്. പുള്ളി ഒരു ബാംഗ്ലൂർ CI ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ മഹീന്ദ്ര ബേദി ഒരു മിഡിൽ വുമൺ എന്നുള്ള രീതിയിലാണ് ക്യാരക്ടർ, നെഗറ്റീവ് റോളാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ടോവിനോയുടെ ജോലി എന്താണെന്ന് മാത്രം ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. അതൊരു അതായത് സെക്കൻഡ് ഹാഫിൻ്റെ ലാസ്റ്റാണ് അത് റിവീൽ ചെയ്യുന്നത്, ആ പ്ലോട്ട് റിവീൽ ചെയ്യുന്നത്. അതും ഒരു ട്വിസ്റ്റാണ്.
പിന്നെ സുജിത് ശങ്കർ അദ്ദേഹം ഒരു നല്ല റോൾ ചെയ്യുന്നുണ്ട്. ഈ പടത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും ഒരു മാസ് എൻട്രിയോ അതല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല. ആർക്കും കുറവില്ല, ആർക്കും കൂടുതലില്ല. ഏറ്റവും എല്ലാവർക്കും ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും ഈക്വൽ പ്രസൻസ്. അതുതന്നെയാണ് ഒരു സിനിമ, മലയാള സിനിമ അതുകൊണ്ടൊക്കെ തന്നെയാണ് വ്യത്യാസമായിട്ട് നിൽക്കുന്നത്. പിന്നെ ആക്ഷൻ സീക്വൻസ് ചെയ്തിരിക്കുന്നത് യാനിക് ബെന്നാണ്. ജവാൻ പിന്നെ അതേപോലെ തന്നെ ഫാമിലി മാൻ വെബ് സീരീസിലൊക്കെ ചെയ്തിരിക്കുന്ന ആളാണ് യാനിക് ബെൻ എന്ന് പറയുന്നത്. നല്ല ഫൈറ്റൊക്കെ നല്ല പക്കയായിട്ട്, ഈ ഗിമ്മിക് ഫൈറ്റുകൾ എന്ന് പറഞ്ഞൊരു പരിപാടി അതിൻ്റെ അകത്തില്ല. കത്തിയുടെ 2-3 ഫൈറ്റുകളുണ്ട്. പിന്നെ അതുപോലെ കാർ ചേസ്, കാറ് മറിയുന്ന സീനൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നല്ല ഒറിജിനലായിട്ട് ചെയ്തു വെച്ചേക്കാണ്. അതേപോലെ തന്നെ ഫ്ലൈറ്റിലൊരു ഫൈറ്റ് ഉണ്ട്. ഫ്ലൈറ്റ് എന്ന് പറയുന്നത് ഓർമ്മ വരുമ്പോൾ മറ്റേ ബാറ്റ്മാൻ്റെ ഡാർക്ക് നൈറ്റിൽ, ആ ഡാർക്ക് നൈറ്റ് റൈസസിലെ ഫൈറ്റാണ്, ഫസ്റ്റ് തന്നെയുള്ള ഫൈറ്റാണ്. അതിൽ ആ പ്ലെയിൻ ക്രാഷ് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു 40% ഈ ഫൈറ്റിന് ഡെലിവറി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഹോളിവുഡ് വേ ഓഫ് റൈറ്റിങ്ങും ഹോളിവുഡ് വേ ഓഫ് ഈ ഫൈറ്റ് എല്ലാം തന്നെ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ, എങ്ങനെ ഒരു ഇംഗ്ലീഷ് സൈക്കോളജിക്കൽ ത്രില്ലറൊക്കെ നമ്മൾ കാണുമല്ലോ. അപ്പോൾ എല്ലാ ആക്ഷൻ, സൈക്കോളജിക്കൽ, സസ്പെൻസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊണ്ടുതരാനായിട്ട് ഇതിൻ്റെ അകത്ത് സാധിച്ചിട്ടുണ്ട്. സോ ക്യാമറ ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ അഖിൽ ജോർജാണ്. ചെറിയ ചെറിയ ഇൻ്റർ കട്ട്സ്, അതേപോലെ തന്നെ ആ ബാക്ക്ഗ്രൗണ്ട്, അതായത് ആ പശ്ചാത്തലത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചുറ്റും ഇരിക്കുന്ന ചെറിയ ചെറിയ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ. ഇപ്പോൾ ക്ലോക്കിൻ്റെ സൂചി, അതുപോലെ അടിക്കുന്ന രംഗങ്ങൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. POV ഷോട്ട്, ഓർബിറ്റൽ ഷോട്ട് ഒക്കെ നല്ല രീതിയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചേക്കുന്ന സൗണ്ട് ഡിസൈൻ, ഇപ്പോൾ ഈ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങളിലെ സംഭവങ്ങൾ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഉറക്കെ പറയേണ്ട കാര്യങ്ങൾ ഉറക്കെ പറയുന്ന, പതുക്കെ പറയേണ്ട കാര്യങ്ങൾ, അങ്ങനെ സൗണ്ട് ഡിസൈനിങ് അപാര സംഭവമാണ്. പിന്നെ ചമൻ ചാക്കോണ് എഡിറ്റ് ചെയ്തേക്കുന്നത്. ഫ്ലൈറ്റിലെ നല്ല സീക്വൻസൊക്കെ, നല്ല ഷൂട്ടിംഗ് സീക്വൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വെടിയുണ്ട പോകുന്ന ഒരു സീനൊക്കെ ഉണ്ട്. വെടിയുണ്ട പോകുന്ന സീനൊക്കെ നല്ല അടിപൊളിയായിട്ട് VFX ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജെയ്ക്സ് ബിജോയി ആണ്. സസ്പെൻസ് നല്ലൊരു 100% ഡെലിവറി ചെയ്യാൻ ഒരു നീറ്റ് BGM തന്നെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ മിസ്റ്റേക്കുകൾ പറയാൻ പാകത്തിന് 2 ഉണ്ട് ഇതിൻ്റെ അകത്ത്. ആ ഒരു സീൻ കാണിക്കുമ്പോൾ കുറേ സാധനങ്ങൾ കൂടിക്കിടക്കുന്നതിൻ്റെ ഇടയിൽ അതിലൊരു മെറ്റീരിയലായിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്. IFFKയുടെ ഒരു തുണിസഞ്ചി അതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. കഴിഞ്ഞ വർഷത്തെ IFFKയുടെ ആ പ്രിൻ്റ് അതിൻ്റെ അകത്ത് കറക്റ്റായിട്ട് കാണുകയും ചെയ്യാം. ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരള സേ നോ ടു ഡ്രഗ്സ് എന്ന് പറയുന്നത് അത് 2-3 ഷോട്ടിൽ പതിഞ്ഞിട്ടുമുണ്ട്. ഒരു തുണിസഞ്ചി എന്ന നിലയിൽ അതവിടെ വെച്ചിരിക്കുന്നതാണ്. പക്ഷേ തമിഴ്നാട്ടിലൊക്കെ കാണിക്കുന്ന ഒരു സീനായതുകൊണ്ട് ഒരിക്കലും അതായിട്ടൊന്നും മാച്ച് ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് തൃഷ കൂട്ടുകാരിയുടെ വണ്ടിയിലാണ് വരുന്ന, ഒരു സ്കൂട്ടറിലാണ് വരുന്നത് എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ നമ്പർ പ്ലേറ്റ് മഞ്ഞയാണ്. അതിനർത്ഥം അതൊരു റെൻറ്റഡ് സ്കൂട്ടറാണെന്നാണ്. അപ്പോൾ ഇത് 2 മിസ്റ്റേക്കാണ്. അപ്പോൾ ഇതൊന്നും വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ എല്ലാ പടത്തിലുള്ള പോലെ 1-2 മിസ്റ്റേക്സ് ഇതിൻ്റെ അകത്തുണ്ട്. അത് ഞാൻ ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രം. സോ ഇത് എന്തായാലും ഞാൻ പറഞ്ഞ പോലെ മാറ്റം ആഗ്രഹിക്കുന്ന, പുതിയത് കാണാൻ ആഗ്രഹിക്കുന്ന, പുതിയ മലയാള സിനിമയെ കാണാൻ ആഗ്രഹിക്കുന്ന മലയാളി പ്രേക്ഷകർ ഇതിനെ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ കുറച്ച് മൗത്ത് പബ്ലിസിറ്റി നന്നായിട്ട് കൊടുക്കണം. അത്ര നല്ല കിടിലൻ റൈറ്റിംഗ് ആണ്, കിടിലൻ മേക്കിംഗ് ആണ്. ഇത് തിയേറ്ററിൽ 2 പ്രാവശ്യം പോയി കാണാനുള്ള പടമുണ്ട്. കാരണം ഒരു പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ ഷോക്കിൽ ആ ഒരു മായക്കാഴ്ചയിലിരിക്കുകയായിരിക്കും. രണ്ടാമത് ഒന്നോടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്നോടെ പഠിക്കാനോ റെഫറൻസോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും ഇത് നല്ല റൈറ്റിംഗ് ആണ് ഇവരുടെ ഈ ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. ഇനിയും നല്ല പടങ്ങൾ ഇതേപോലത്തെ ഉണ്ടാവണം. ഒപ്പം ടോവിനോയും ഇതേപോലെ വ്യത്യസ്തമായ പടങ്ങൾ കമ്മിറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഇനിയും നല്ല പടങ്ങൾ ഇതുപോലെ കമ്മിറ്റ് ചെയ്യാൻ സാധിക്കട്ടെ. നല്ല തിരക്കഥകൾ വരട്ടെ, നല്ല സിനിമകളും ഇനിയും മലയാളത്തിൽ വരട്ടെ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക. സൈനിങ് ഓഫ്.